किसानों की समस्याओं का समाधान भी अगर कोई कर सकता है तो सिर्फ और सिर्फ बीजेपी ही कर सकती है और बीजेपी करके रहेगी। केंद्र सरकार की योजनाएं इसका सबूत है। पीएम किसान सम्मान निधि के तहत यहां के 27 लाख से अधिक किसानों को खाते में सीधे उनके बैंक खाते में पैसा मिला है। केंद्र सरकार ने पालक्काड़ के किसानों को लगभग 700 करोड़ रुपए देकर 700 करोड़ रुपए देकर किसानों के खर्च को कम किया है। हमने धान के एमएसपी में भी भारी बढ़ोतरी की है और इसका लाभ हमारे किसान भाई बहनों को हुआ है। लेकिन राज्य सरकार यहां किसानों को राहत देने के बजाय उन्हें कर्ज में धकेल रही है। केरल में बीजेपी एनडीए की सरकार आएगी तो केरल के किसानों की समस्याएं भी खत्म होगी और ये मोदी की गारंटी है। സുഹൃത്തുക്കളെ, കൃഷിക്കാരുടെ പ്രശ്നങ്ങളും അവർ നേരിടുന്ന പ്രതിസന്ധിയും ഈ രാജ്യത്ത് ആർക്കെങ്കിലും പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമാണ്. അതിന്റെ തെളിവാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ. പിഎം കിസാൻ സമ്മാൻ നിധിയിലൂടെ കേരളത്തിലെ 27 ലക്ഷത്തിലധികം വരുന്ന കൃഷിക്കാർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിലൂടെ പാലക്കാട്ടെ കൃഷിക്കാർക്ക് ഏതാണ്ട് 700 കോടിയിലധികം രൂപ ഇതുവരെ നൽകിക്കഴിഞ്ഞു. അവരുടെ ബാധ്യത നാം കുറച്ചുകൊടുത്തു. മാത്രമല്ല, ഉൽപാദനങ്ങളുടെ താങ്ങുവിലയിലും നമ്മുടെ ഗവൺമെന്റ് വമ്പിച്ച വർധനവ് വരുത്തിയിട്ടുണ്ട്. ഇതിന്റെ ഗുണം ഇവിടുത്തെ കൃഷിക്കാർക്കുണ്ടായി. എന്നാൽ സംസ്ഥാന സർക്കാർ കൃഷിക്കാർക്ക് സഹായം നൽകുന്നതിന് പകരം താങ്ങുവില ഇനത്തിൽ അവരെ കടത്തിൽ കൊടുക്കുകയാണ്. കേരളത്തിൽ ബിജെപി എൻഡിഎ സർക്കാർ വരുന്ന പക്ഷം കേരളത്തിലെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കും, പരിഹരിക്കും. ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.